ാനും ഓടി എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. അതിനും മേളിൽ വല്ലതും ഉണ്ടെങ്കിൽ അതായിരിക്കും. ഹസ്ബൻഡ് നേരത്തെ അടുത്ത വീട്ടിലെ ഒരു ചേച്ചിയുടെ കൂട്ടത്തിൽ ഇവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യം ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് കേട്ടത്. പിന്നെ ഒരു 3-4 ആഴ്ച ഇവിടെ വന്ന് ആ ചേച്ചി പറഞ്ഞു കൊച്ചു ഉടമ്പടി എടുക്കണോട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് പിന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞാണ് ചേട്ടായി തിരിച്ചു പോകുന്നത്. അവിടെ വന്നു കഴിഞ്ഞിട്ട് 10-30 വർഷമായിട്ട് മദ്യപാനവും പുകവലിയും ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. ഞങ്ങളത് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതുവഴി ഞങ്ങൾക്ക് 3 മക്കളാണ്. അപ്പോൾ മക്കളും ഞാനും ഒക്കെ സന്തോഷമില്ലാതെയുള്ള ജീവിതമായിരുന്നു ഞങ്ങളുടേത്. ഒരു ദിവസം 28-ാം തീയതി ഞങ്ങൾ ഹൈറേഞ്ചിന് ഒരു മരണാവശ്യത്തിനായിട്ട് ഞങ്ങൾ പോയി തിരിച്ചു വന്ന വഴിക്ക് എന്നോട് അന്ന് അവിടുന്ന് നന്നായിട്ട് മദ്യവെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ തിരിച്ചു വന്ന വഴി എന്നോട് പറഞ്ഞു എനിക്ക് ഇനിയും പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്തിരി ചില്ലറ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം തൊട്ട് എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു. ദേഷ്യത്തിൽ വന്ന് വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. ഒരു അരമണിക്കൂർ കിടന്നുറങ്ങിക്കഴിഞ്ഞ് ചാടി എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞു, എന്നെ വിളിച്ചു. അപ്പോൾ ചീത്ത പറയാനല്ല, അപ്പോൾ വളരെ എന്തോ പേടിച്ച് പോണേക്കാണ് പുള്ളി പറയണത്. അപ്പോൾ ഞാൻ വേഗം ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ മാതാവ് എൻ്റെ അടുത്ത് വന്നു, എനിക്ക് നാളെ തന്നെ കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താ പെട്ടെന്ന് അങ്ങനെ പറയണം. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് മാതാവ്. അപ്പോൾ എഴുന്നേറ്റപ്പോൾ ആകെ വിയർത്ത് കുളിച്ച് കണ്ണൊക്കെ നിറഞ്ഞൊഴുകുമായിരുന്നു. അപ്പോൾ മദ്യപിച്ചിട്ട് ഒട്ടും ബോധമില്ലാതെയാണ് ആൾ കിടന്നുറങ്ങിയത്. അപ്പോൾ മാതാവ് വന്ന് എന്നോട് പറഞ്ഞു നീ ഇങ്ങ് പോരെ, നിൻ്റെ ഇതെല്ലാം ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അന്ന് നമുക്ക് രാവിലെ പോകാം. ഞാനത് സീരിയസ് ആയിട്ട് എടുത്തില്ല. അപ്പോൾ ഒരു സിഗരറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്നും കൂടിയേ ഉള്ളൂ. അമ്മ എന്നോട് പറഞ്ഞു നാളെ തൊട്ട് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇപ്പോൾ പറഞ്ഞതല്ലേ, അപ്പോൾ പിന്നെ എന്തിനാ ഇപ്പോൾ ഉപയോഗിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എന്നാൽ എനിക്കിനി വേണ്ടാന്ന് പറഞ്ഞു അത് ചുരുട്ടി കൂട്ടിങ്ങ് മാറ്റിയിട്ടു. സാധാരണ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അത് തപ്പിയെടുത്തുകൊണ്ട് പോയി അത് ഉപയോഗിക്കാറാണ് പതിവ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഓർത്താൽ മദ്യപിച്ചിട്ട് കിടന്നതിൻ്റെ ഇതിലായിരിക്കും എന്ന് ഓർത്തു. രാവിലെ എഴുന്നേറ്റപ്പോൾ ഇതെടുക്കണില്ല. അപ്പോൾ എനിക്ക് തോന്നി തമാശയല്ലല്ലോ എന്നോർത്തു. അപ്പോൾ ഒരു 8:30 ആയപ്പോൾ എന്നോട് പറഞ്ഞു വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഉടമ്പടി എടുക്കണ്ട. ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അത് അതുപോലെ നോക്കണം, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു ദുരിതം വലിച്ചു വെക്കുന്ന പോലെ ആയിപ്പോവും, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് എന്തായാലും ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ സെപ്റ്റംബർ 2-ാം തീയതി ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. ഇന്നിപ്പോൾ ഞങ്ങൾ ഉടമ്പടി പുതുക്കാൻ വന്നതാണ്. 3 മാസമായി. ഇതുവരെ മദ്യപാനം ഇല്ല, പുറത്തേക്ക് പോക്കില്ല, പിന്നെ വലിക്കണമില്ല, ഒന്നുമില്ല. എല്ലാത്തിൽ നിന്നും മാതാവ് മുക്തമാക്കി തന്നു ഞങ്ങളെ.